എമർജൻസിയായി തന്നെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്ന താരിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. താരി ഏറെ ദുഃഖിതയായിരുന്നു. നഷ്ടപ്പെട്ടത് ജനിക്കാനിരുന്ന കുഞ്ഞാണല്ലോ. പക്ഷേ താരിയെ സപ്പോർട്ട് ചെയ്ത് അവളെ സമാധാനിപ്പിച്ച് ബിയാൻ കൂടെ തന്നെ നിന്നു. വേദനയോടെ താരി ചോദിച്ചു, ബിയാൻ, ഒരുപക്ഷെ എനിക്കിനി ഗർഭിണിയാവാൻ സാധിച്ചില്ലെങ്കിലോ? ബിയാൻ പറഞ്ഞു, അങ്ങനൊന്നുമില്ല താരി. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതായിരിക്കും ദൈവത്തിന്റെ പദ്ധതി. അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നീ സമാധാനിക്ക്. മറുവശത്ത് വീട്ടിലായിരുന്ന കിനാനാകട്ടെ നടന്ന കാര്യങ്ങളിൽ ഏറെ അസ്വസ്ഥയായിരുന്നു. കിനാന്റെ ഫോണിലേക്ക് കാർലി അയച്ച മെസ്സേജുകൾ വന്നു. സുള്ളിയുടെ വീഡിയോ അവൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നതും അതിനെ തുടർന്ന് സുള്ളി ആത്മഹത്യ ചെയ്ത വാർത്തയും ഒക്കെയായിരുന്നു അത്. അത് കണ്ട് കിനാൻ ആകെ അസ്വസ്ഥയാകുന്നുണ്ട്. അവൾക്ക് വല്ലാത്ത ഭയവും അനുഭവപ്പെട്ടു. ഇതേ സമയം തന്നെ അമ്മയുടെ വീട്ടിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുമ്പോട്ടു പോവുകയായിരുന്നു. അഗുന്റെ കുടുംബവും മറ്റും അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ അഗുൻ മാത്രം ഒരു സന്തോഷമില്ലാതിരിക്കുന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചു സമയത്തിനു ശേഷം പുറത്തു പോയിരുന്ന ബിയാൻ ഹോസ്പിറ്റൽ റൂമിലേക്ക് തിരിച്ചു വരുമ്പോ അവിടെ ഡോക്ടറുടെ ഒപ്പം റഫ വന്നു ചേർന്നിരുന്നു. താരിക്കായി റഫ കൊണ്ടുവന്ന പൂക്കൾ ബിയാൻ നോക്കിക്കണ്ടു. ബിയാൻ അത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ റഫ ഒരു പരിചയക്കാരനും കൂട്ടുകാരനുമാണല്ലോ. ബിയാൻ ഒന്നും തന്നെ പറഞ്ഞില്ല. അവർ സംസാരിച്ചു നിൽക്കെ, ഞാൻ ഇപ്പോ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ബിയാൻ അവരെ സംസാരിക്കാൻ അനുവദിച്ച് പുറത്തേക്ക് പോന്നു. അങ്ങനെ അടുത്ത ദിവസം രാത്രിയായി. അമ്മയുടെ കല്യാണ തലേന്ന് ഓരോന്ന് അണിയിച്ചിരിക്കുന്നതിനിടെ ഒരു കോള് വന്ന് അമ്മ പുറത്തേക്ക് പോയി. വിളിച്ചത് അഗുനായിരുന്നു. അമ്മയെ കാണാൻ അഗുൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്താ അഗുൻ ഇപ്പോ വന്ന്? നീ ഇപ്പോ വീട്ടിലായിരിക്കേണ്ട സമയമല്ലേ? നാളെ നല്ല തിരക്ക് പിടിച്ച ദിവസമായിരിക്കും. നീ ടയേർഡായി പോകും. അമ്മ അഗുനോട് ചോദിച്ചു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കത് ഇന്നലെ നിന്നെ കണ്ടപ്പോഴേ തോന്നിയിരുന്നു. നിന്റെ തലയിലൂടെ എന്തൊക്കെയോ ഓടുന്നുണ്ടെന്ന്. പറ, എന്തായാലും കുഴപ്പമില്ല. ഇന്നലെ എന്റെ വാപ്പയ്ക്കൊപ്പം നിന്റെ വീട്ടിൽ വന്നിരുന്നില്ലേ? അത് യഥാർത്ഥത്തിൽ എന്റെ ഉമ്മയല്ല, എന്റെ സ്റ്റെപ്പ് മദറാണ്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോ വാപ്പ രണ്ടാമത് വിവാഹം കഴിക്കുമായിരുന്നു. അപ്പോ നിന്റെ യഥാർത്ഥ ഉമ്മ എവിടെ? എന്റെ ഉമ്മ ഞാൻ എലമെന്ററി സ്കൂളിൽ പഠിക്കുമ്പോഴേ എന്റെ വാപ്പയെ ഉപേക്ഷിച്ചു പോയി. നരകതുല്യമായ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നുപോയ ശേഷമായിരുന്നു അവർ ഡിവോഴ്സ് ആയത്. അവർ തമ്മിലുള്ള വഴക്കുകളും തമ്മിത്തല്ലും ഒക്കെ ഞാൻ നേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് നിനക്ക് ട്രോമയുണ്ടോ? അഗുങ്ങിന് അതൊക്കെ ട്രോമയായിട്ടുണ്ടെന്ന് അഗുങ്ങിന്റെ മുഖം തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു ജീവിതം നമുക്കുണ്ടാവരുത് എന്ന് അഗുങ് പറഞ്ഞു. നമുക്കങ്ങനെ സംഭവിച്ച എന്താ ചെയ്യേണ്ടത് എന്നവൻ അമ്മയോട് ചോദിച്ചു. അതിനിപ്പോ എന്തു ചെയ്യാൻ? എല്ലാ വിവാഹത്തിലും കപ്പിൾസ് തമ്മിൽ ചെറിയ ഫൈറ്റൊക്കെ ഉണ്ടാകും. അതിപ്പോ എത്ര പെർഫെക്റ്റ് വിവാഹമാണേലും. പക്ഷെ അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അങ്ങനെ ഫൈറ്റൊക്കെ ചെയ്ത ഈ വിവാഹ ജീവിതം ഓക്കെയായി മുമ്പോട്ട് പോവാ. അഗുങ്, നിന്റെ പാരന്റ്സിന്റെ ലൈഫിൽ സംഭവിച്ച പോലെ നിന്റെ ലൈഫിൽ സംഭവിക്കണമെന്നില്ല. അതോർത്ത് നീ വറീഡാവരുത്. നീ സമാധാനപ്പെട്. എനിക്ക് ഡെക്കറേഷന്റെ കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഞാൻ പോകുക. അമ്മ അഗുങ്ങിനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അഗുങ്ങിന് പക്ഷേ അതൊന്നും അത്ര തൃപ്തികരമല്ല എന്ന് മുഖം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ മറുവശത്ത് സാറ സുഖപ്പെട്ടതുകൊണ്ട് സാറയുടെ അനിയത്തി സൽമ വാപ്പയ്ക്കൊപ്പം നാട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. സാറയുടെ വാപ്പയ്ക്ക് സാറയോട് അപ്പോഴും വലിയ ദേഷ്യമുണ്ട് എന്നത് പ്രകടമായിരുന്നു. സാറ വാപ്പയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വാപ്പ അത് കേൾക്കാൻ കൂടി തയ്യാറായില്ല. സൽമയെ കാറിൽ വിളിച്ചു കയറ്റി വേഗം കാറെടുത്തു പോയി. അടുത്ത ദിവസമായിരുന്നു അമ്മയുടെ വിവാഹം നടക്കാനിരുന്നത്. അന്ന് തന്നെ കിനാന്റെ വീട്ടിൽ കാർലയും കുടുംബവും കിനാനെ പ്രപ്പോസ് ചെയ്യുവാനും എത്തിയിരുന്നു. പരസ്പരം രണ്ട് കുടുംബങ്ങളും പരിചയപ്പെടുത്തി. കിനാന്റെ മുഖത്തുള്ള ഭയവും അതൃപ്തിയും പ്രകടമായിരുന്നു. ഇതേ സമയം അമ്മയുടെ വീട്ടിലാണെങ്കിൽ വരനെയും സംഘത്തെയും പ്രതീക്ഷിച്ച് ഏവരും നിൽക്കുകയായിരുന്നു. താൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് താരിയമ്മയ്ക്ക് മെസ്സേജ് അയച്ചു. സമയം ഏറെ പിന്നിട്ടിട്ടും അന്ന് അഗുങ്ങും അഗുങ്ങിന്റെ കുടുംബവും വിവാഹത്തിനെത്തിയില്ല. പിന്നാലെ അവർ വിവാഹത്തിനെത്തില്ല എന്ന് പറഞ്ഞുള്ള ഫോൺ കോൾ അമ്മയുടെ വാപ്പയ്ക്കെത്തി. അമ്മയുടെ വാപ്പ വല്ലാതെ ടെൻഷനിലായി പോയിരുന്നു. അഗുങ്ങിൽ നിന്ന് ഐ ആം സോറി എന്ന് പറഞ്ഞൊരു മെസ്സേജ് അമ്മയ്ക്കും വന്നു ചേർന്നു. ഏവരും വല്ലാത്ത ദുഃഖത്തിലായി പോയിരുന്നു. മറുവശത്ത് താരിയും ബിയാനും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്കെത്തി. സാറയുടെ പേരിൽ ബിയാനോട് അപ്പോഴും താരി ചെറിയ ദേഷ്യം കാണിക്കുന്നുണ്ടായിരുന്നു. സാറയും താനുമായി ഒരു ബന്ധവുമില്ല, ഞാൻ എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ലല്ലോ എന്ന് ബിയാൻ താരിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ബിയാന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അത് സാറയായിരുന്നു. അത് മനസ്സിലാക്കിയെന്നവണ്ണം താരി പറഞ്ഞു, ആ ഫോൺ വന്നല്ലോ. അത് ആരുമായിരിക്കില്ല അല്ലേ? നീ പറയുന്നത് സത്യമാണോ എന്ന് ഞാൻ നോക്കട്ടെ. ഫോൺ ലൗഡ് സ്പീക്കറിലിട്. ബിയാൻ ലൗഡ് സ്പീക്കറിലിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. താരിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചായിരുന്നു സാറ സംസാരം ആരംഭിച്ചത്. കുഴപ്പമൊന്നുമില്ല, അവൾ ഡിസ്ചാർജായി വീട്ടിലെത്തി. നിനക്ക് ഹായ് പറയണോ എന്ന് ബിയാൻ ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞ് സാറ പറഞ്ഞു. പിന്നാലെ താരിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നായി സാറയുടെ ചോദ്യം. എന്തിനു നിന്നോട് ദേഷ്യം? അന്ന് ഓപ്പണിംഗ് ഡേയിൽ ഞാൻ വന്നത് താരിക്ക് ഇഷ്ടമാവാത്ത പോലുണ്ടായിരുന്നു. നിനക്ക് തോന്നിയതായിരിക്കും. ശരിക്കും താരിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ ബിയാൻ? ഇല്ലെന്നേ. ഞാൻ വിചാരിച്ചു എന്നെ നീ ഷോപ്പിങ്ങിന് സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയല്ലോ, അതിന്റെ
പേരില് താരി എന്നോട് വലിയ ദേഷ്യത്തിലൊക്കെ ആയിരിക്കുമെന്ന്. എല്ലാത്തിനും ഒരുപാട് നന്ദി. ഞാൻ നിന്നെ ബോധറയിപ്പിക്കുന്നില്ല. സാറ ആ പറഞ്ഞത് കേട്ടതും താരി വല്ലാത്തൊരു ഭാവത്തോടെ ബിയാനെ നോക്കിയിരുന്നു. ബിയാനും ഒന്ന് നിശബ്ദനായി. താരിയോട് എന്റെ അന്വേഷണം പറഞ്ഞേരെ എന്ന് പറഞ്ഞ് സാറ ഫോൺ കട്ട് ചെയ്തു. കോൾ കട്ടായതും താരി അതിന്റെ പേരിൽ ബിയാനോട് വീണ്ടും വഴക്കടിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ഔട്ട്ലെറ്റിൽ ജോലി തിരക്കിലാർന്നപ്പോഴൊക്കെയും നിങ്ങൾ അവൾക്കൊപ്പം ആർന്നല്ലേ? അങ്ങനല്ല താരി, അവൾക്ക് സുഖമില്ലാത്തതും കൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും പറയുന്ന എക്സ്ക്യൂസുകള് ഇത് തന്നെയാ. സാറയ്ക്കത് ആവശ്യമുണ്ടായിരുന്നു. സാറ ഫാമിലിയല്ലേ, സാറയെ സഹായിക്കണ്ടേ? എന്താ ബിയാൻ നിങ്ങൾ എന്നെ പറ്റി ഓർക്കാത്തത്? എനിക്ക് നിങ്ങളുടെ ആവശ്യമല്ലേ, നിങ്ങളുടെ സഹായം വേണ്ടേ? ഞാൻ നിങ്ങളുടെ ഫാമിലി അല്ലേ? അങ്ങനല്ല താരി, അവൾ ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഭർത്താവ് എന്ന നിലയിലുള്ള എന്റെ ബൗണ്ടറികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ബിയാൻ, ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്നോട് സത്യസന്ധമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതിന്റെ പേരില എനിക്ക് നിങ്ങളോട് ദേഷ്യം, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഒന്നും രണ്ടും തവണയല്ല, ഇതിപ്പോ ഒരുപാട് തവണയായി. ഒരുപക്ഷെ എന്റെ ഭാഗത്തായിരിക്കാം തെറ്റ്, പക്ഷേ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം വേണം. അതും പറഞ്ഞ് താരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ബിയാൻ താരിയെ സഹായിക്കാൻ ശ്രമിച്ചപ്പോ എന്നെ തുടരുത് എന്ന് താരി പറഞ്ഞു. ബിയാൻ ഏറെ ദുഃഖിതനായി കൺഫ്യൂഷനിൽ ഇരുന്നിരുന്നു. മറുവശത്ത് കിനാന്റെ വാപ്പയാകട്ടെ തന്റെ സൂപ്പർ മാർക്കറ്റൊക്കെ കാർലി നോക്കി നടത്തുന്നതിനെ പറ്റി കാർലിയുടെ അഭിപ്രായമൊക്കെ ചോദിക്കുകയായിരുന്നു. മിണ്ടാതെ അസ്വസ്ഥതയോടെ കിനാൻ മാറിയിരിക്കുന്നുമുണ്ട്. കിനാന്റെ ഉമ്മ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉമ്മ പിന്നാലെ ബിയാന് മെസ്സേജ് അയച്ചു. ബിയാൻ, വീട്ടിലേക്കൊന്ന് വരാമോ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മറുവശത്ത് അമ്മയുടെ വീട്ടിൽ അമ്മ പൊട്ടിക്കരയുകയായിരുന്നു. വാപ്പ വലിയ ദേഷ്യത്തിലാണ്. അകുങ് മോശക്കാരനല്ലെന്നും ഇതിനവനെന്തെങ്കിലും കാരണമുണ്ടാകും, ഞാൻ അവനോട് സംസാരിക്കാം എന്നൊക്കെ അമ്മ പറഞ്ഞെങ്കിലും അവൻ വെറും ക്രൂരനും കച്ചറയുമാണെന്നും അവന്റെ മുഖം പോലും എനിക്ക് കാണണ്ട എന്നും പറഞ്ഞ് അമ്മയുടെ വാപ്പ ദേഷ്യപ്പെടുക തന്നെയായിരുന്നു. അന്ന് കുറച്ചു കഴിഞ്ഞ് ഉമ്മയെ കാണുവാൻ ബിയാൻ വീട്ടിലെത്തി. താരിയെപ്പറ്റി ഉമ്മ ചോദിച്ചപ്പോ ഞങ്ങളുടെ റിലേഷൻ അത്ര നല്ല രീതിയിലല്ല ഇപ്പൊ പോകുന്നത് എന്ന് വേദനയോടെ ബിയാൻ പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ഓക്കെയാണോ? ഉമ്മ ചോദിച്ചപ്പോ താരിയെ എനിക്കെന്റെ ജീവനാണുമ്മ എന്നായിരുന്നു ബിയാൻ മറുപടി പറഞ്ഞത്. പിന്നാലെ ഉമ്മ ബിയാനോട് വിളിച്ചു വരുത്തിയ കാര്യം പറഞ്ഞു. നിന്റെ വാപ്പ നമ്മളോട് പറയാത്ത ഒരു കാര്യമുണ്ട്, നീ വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയ ഇതുവരെ ഞാൻ പറയാതിരുന്നത്. നിന്റെ വാപ്പയ്ക്ക് ഹാർട്ടിന് വലിയൊരു പ്രശ്നമുണ്ട്. എന്നോട് പോലും നിന്റെ വാപ്പ പറഞ്ഞിട്ടില്ല. അന്നൊരു പാർട്ടി നടന്നല്ലോ, അന്ന് ഡോക്ടർ വാപ്പയോട് പറയുന്നത് യാദൃച്ഛികമായി ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് നീ നമ്മുടെ കമ്പനി എത്രയും വേഗം ഏറ്റെടുക്കണം. പറ്റില്ലെന്ന തരത്തിൽ ബിയാൻ ഉമ്മ എന്ന് വിളിച്ചതും ഉമ്മ പറഞ്ഞു, ബിയാൻ, വാപ്പയ്ക്ക് ഇങ്ങനെ ഈ കണ്ടീഷനും വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. വാപ്പ കമ്പനി കാർലിക്ക് കൊടുക്കാനാ തീരുമാനിക്കുന്നേ. പക്ഷേ എന്തുകൊണ്ടോ എനിക്കതത്ര ശരിയായി തോന്നുന്നില്ല. കിനാനും കാർലിയും വിവാഹം കഴിക്കാൻ പോകുമല്ലേ, പിന്നെന്താ കുഴപ്പം? എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. കിനാൻ എന്തോ നമ്മളിൽ നിന്നും മറയ്ക്കുന്ന പോലെ. എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണം. നീ കിനാനുമായി ഒന്ന് സംസാരിക്ക്, ഉമ്മ ബിയാനോട് പറഞ്ഞു. മറുവശത്ത് താരി വല്യച്ഛന്റെയും വല്യമ്മയുടെയും വീട്ടിലേക്ക് പോയിരുന്നു. ബിയാൻ എവിടെ എന്നായിരുന്നു വന്നപാടെ വല്യച്ഛൻ ചോദിച്ചത്. പക്ഷെ വല്യമ്മ വല്യച്ഛനെ തടഞ്ഞു. താരിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇതേ സമയം നാട്ടിലുള്ള തന്റെ വാപ്പയെയും സൽമയെയും കാണാൻ സാറ കുറച്ച് സാധനങ്ങൾ വാങ്ങിപ്പോയിരുന്നു. പക്ഷേ വാപ്പ സാറ വന്നതിൽ വലിയ സന്തോഷമൊന്നും കാണിച്ചില്ല. പഴയ ദേഷ്യം അതുപോലെ കാണിക്കുന്നുമുണ്ടായിരുന്നു. വാപ്പയ്ക്കായി അവൾ വാങ്ങിക്കൊണ്ടുവന്ന ഈന്തപ്പഴങ്ങൾ സ്നേഹത്തിലും സന്തോഷത്തിലും സാറ വാപ്പയ്ക്ക് കൊടുത്തു. പക്ഷെ വാപ്പയത് വലിച്ചെറിയുകയായിരുന്നു ചെയ്തത്. വാപ്പ എന്തിനാ അങ്ങനെ ചെയ്തത്? സ്വന്തം മോളോട് ക്ഷമിക്കാൻ ഇത്ര പ്രയാസമാണോ? സാറ ചോദിച്ചു. നിന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം അത്രയ്ക്ക് ക്ലിയർ ആയിരുന്നു. നീ ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോ സൽമാനുമായുള്ള നിന്റെ വിവാഹം നടത്തണമെന്ന്. പക്ഷെ നീ അതിന് തയ്യാറായില്ല. നീ വീട് വിട്ടിറങ്ങി പഠിക്കാൻ ജക്കാർത്തയിലേക്ക് പോയി. കാര്യം ശരിയാ, സൽമാൻ ഒരു ഉസ്താദാണ്, വലിയ സമ്പന്നനൊന്നുമല്ല. പക്ഷേ അവൻ നല്ലവനായിരുന്നു. ജക്കാർത്തയെ പോയിട്ട് നീ ചെയ്തതോ, ആദ്യം ഒരുത്തനെ പ്രണയിച്ചു, എന്നിട്ട് അവൻ കെട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ വെപ്പാട്ടിയായി കുറെ നാളിരുന്നു. അതും പോരാണ്ട് പിന്നെ വേറൊരുത്തനെ കല്യാണം കഴിച്ചു. എന്നിട്ടൊക്കെ കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. നിന്റെ ജീവിതം എന്നും ഒരു നരകമായിരുന്നു. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ച ഇത് തന്നെയാ സംഭവിക്ക. പിന്നെ എന്ന് നീ ഈ വീട് വിട്ടിറങ്ങിപ്പോയോ അന്ന് നീയും ഈ വീടുമായുള്ള ബന്ധം അവസാനിച്ചതാ. അതും പറഞ്ഞ ദേഷ്യത്തിൽ സാറയുടെ വാപ്പ വീട്ടിലേക്ക് കയറിപ്പോയി. സാറയ്ക്ക് തന്റെ അവസ്ഥയോർത്ത് കരയുവാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അന്ന് രാത്രി വീട്ടിൽ ബിയാനും വാപ്പയും തമ്മിൽ കമ്പനിയുടെ കാര്യം സംസാരിച്ചു. വാപ്പയ്ക്ക് ബിയാൻ കമ്പനി ഏറ്റെടുത്ത് നടത്തണം, സൂപ്പർ മാർക്കറ്റുകൾ നോക്കി നടത്തണം എന്നായിരുന്നെങ്കിലും സ്വന്തമായി അച്ചീവ് ചെയ്ത് വലിയ നിലയിലെത്തണം എന്നായിരുന്നു ബിയാന്റെ ആഗ്രഹം. താനാകെ അത് മാത്രമല്ലേ ബിയാനോട് ചോദിച്ചുള്ളൂ എന്ന് വാപ്പ പറഞ്ഞപ്പോ വാപ്പയുടെ അനന്തരാവകാശിയായി കിനാനെ വെച്ചൂടെ എന്നായി ബിയാന്റെ മറുചോദ്യം. അത് പറ്റില്ലെന്ന് വാപ്പ ആദ്യമേ പറഞ്ഞു. തന്റെ വശങ്ങൾ ബിയാൻ വീണ്ടും പറഞ്ഞതോടെ വാപ്പ നിരാശനായി. നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണെങ്കിൽ കമ്പനി കാർലിക്ക് കൈമാറാം എന്ന് വാപ്പ പറഞ്ഞു. മറ്റൊന്നും പറയാനില്ലെങ്കിൽ അവനോട് പൊക്കോളാനും കുറച്ച് ജോലിയുണ്ടെന്ന് കൂടി വാപ്പ പറയുന്നുണ്ടായിരുന്നു. ബിയാൻ
കുറച്ചുനേരം അവിടെ ഇരുന്നു. പിന്നെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോന്നു. അടുത്ത ദിവസം പുലർച്ചെ താരി തന്റെ കോഫി ഷോപ്പിലേക്ക് എത്തുമ്പോ അവിടെ റഫ ഫ്ലവേഴ്സുമായി അവളെ കാണാൻ വന്നിരുന്നു. ഫ്ലവേഴ്സ് അവൾക്ക് കൊടുത്ത് നീ ഓക്കെ അല്ലേ എന്ന് അറിയാൻ വന്നതാ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് റഫ അവിടെ നിന്ന് പോയി. താരി ഒരു പരിഭ്രമത്തോടെ റഫയെ നോക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് അന്ന് വീട്ടിലുറങ്ങിയ ബിയാൻ കിനാൻ ഇരുന്നപ്പോ കിനാൻ അടുത്തേക്ക് ചെന്നു. കിനാനോട് വരാൻ പോകുന്ന വിവാഹത്തെപ്പറ്റിയും നീ ഓക്കെ അല്ലേ എന്നും തിരക്കി. അത് വിവാഹമാവുമ്പോ ഒരാശങ്കയുണ്ടാവുമല്ലോ, അതാണെന്ന് പറഞ്ഞ് കിനാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പിന്നാലെ ബിയാൻ പറഞ്ഞു, നിനക്കറിയാലോ വാപ്പയും ഉമ്മയും ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും അത് ഞങ്ങളോട് പറയാം, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ കാണും. അത് കേട്ടതും അല്പം ആശ്വാസം തോന്നിയ കിനാൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും കാർലി കടന്നു വന്നു. അതോടെ കിനാൻ പറച്ചിൽ നിർത്തി. വാപ്പയും കാർലിക്കൊപ്പം ഉണ്ടായിരുന്നു. വാപ്പ കാർലിയെ ബിയാന് പരിചയപ്പെടുത്തി. പിന്നാലെ കാർലിയെയും കിനാനെയും തനിച്ച് സംസാരിക്കാൻ വിട്ട് ബിയാനും വാപ്പയും അവിടെ നിന്ന് പോന്നു. അവർ പോന്നതും കാർലി കിനാനെ നീ ബിയാനോട് എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് ചോദിച്ച് ആവശ്യമില്ലാത്തത് സംസാരിച്ച പ്രത്യാഘാതങ്ങൾ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. മറുവശത്ത് അമ്മയെ അകുങ്ങിനെ കാണാൻ അകുങ്ങിന്റെ ജോലി സ്ഥലത്ത് ചെന്നു. അമ്മയെ കണ്ടതും അകുങ് ഞാൻ നിന്നോട് മാപ്പ് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നല്ലോ എന്ന് ചോദിച്ചു. നീ എന്നോട് ചെയ്തതിന് ഞാൻ ക്ഷമിച്ചു. അത് പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരുപക്ഷെ ഇന്നിനു ശേഷം നമ്മൾ കാണുകയുമില്ലായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയണം. നീ എന്താ ചിന്തിക്കുന്നത് അകുൻ? നിന്റെ പാരന്റ്സ് ഡിവോഴ്സ് ആയതുകൊണ്ട് അതുപോലെ നമ്മളും ഡിവോഴ്സ് ആകുമെന്നോ? എപ്പോഴും പ്രശ്നമുള്ള ഇടികൂടുന്ന ഒരു വിവാഹം ഡിവോഴ്സ് ചെയ്യപ്പെടുമായിരിക്കും. നമ്മൾ വിവാഹം കഴിച്ച ഒരിക്കലും ഫൈറ്റ് ഉണ്ടാകില്ല എന്നെനിക്ക് നിനക്ക് ഗ്യാരണ്ടി തരാനൊന്നും പറ്റില്ല. സ്വാഭാവികമായും ഓരോ വിവാഹത്തിലും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും പ്രധാനമായും ലൈഫിൽ ഓരോരോ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ തുടങ്ങുമ്പോ മുതൽ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൽ തന്നെ നിനക്ക് വിശ്വാസമുണ്ടോ? ശ്രമിച്ചു നോക്കാത്തിടത്തോളം ഒന്നിന്റെ റിസൾട്ട് എങ്ങനായിരിക്കും എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അകുങ്ങിനോട് ഇസ്ലാമിക അഭിവാദ്യവും ചെയ്ത് അമ്മി അവിടെ നിന്ന് തിരികെ പോന്നു. അന്ന് രാത്രിയിൽ വല്യച്ഛനും വല്യമ്മയ്ക്കുമൊപ്പം താരി പ്രാർത്ഥിക്കുകയായിരുന്നു. വിവാഹ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളിൽ നിന്ന് തങ്ങളെ കാക്കണമേ എന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരോടെയായിരുന്നു പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നവൾ ഏറ്റുപറഞ്ഞത്. ഇതേസമയം മറുവശത്ത് കാർലി വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോ കിനാൻ അവനെ ഫോളോ ചെയ്തിരുന്നു. കാർലി എത്തിച്ചേർന്നത് പഴയൊരു വീട്ടിലേക്കാണ്. അവൻ വീടിനകത്ത് കയറിയതും കിനാൻ പുറത്തു ചെന്ന് അകത്തുള്ള സംസാരങ്ങൾ കേട്ടു. കാർലി വീടിനകത്ത് സുഖമില്ലാത്ത ഉമ്മയോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ എന്റെ ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടുമ്മ, ഇതിലെ പഴയ ഫാമിലി ഫോട്ടോസ് കാണുമ്പോ ഉമ്മക്ക് കുറച്ച് ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞ് അവൻ ലാപ്ടോപ്പിലെ ഫാമിലി ഫോട്ടോസ് ഉമ്മയെ കാണിക്കുന്നു. കൂട്ടത്തിൽ ഇത്തിരി സമയമെടുക്കും, എന്റെ എല്ലാ ഡാറ്റയും ഈ ലാപ്ടോപ്പിലാ ഉള്ളത് എന്നും അവൻ ഉമ്മയോട് പറയുന്നുണ്ടായിരുന്നു. കിനാൻ ആ സമയം എല്ലാ വീഡിയോസും ആ ലാപ്ടോപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഊഹിച്ചെടുത്തു. പിറ്റേന്ന് താരി പതിവ് പോലെ കോഫി ഷോപ്പിലേക്ക് എത്തുമ്പോ റഫ വീണ്ടും പൂക്കളുമായി വന്നിരുന്നു. ഇതൊക്കെ എന്തിനാ എന്ന് താരി ചോദിച്ചപ്പോ വാങ്ങെന്ന് പറഞ്ഞ് പൂക്കൾ റഫ അവൾക്ക് കൊടുത്തു. ശേഷം പറഞ്ഞു, അന്ന് ഗ്രാൻഡ് ഓപ്പണിങ്ങിന് നടന്ന സംഭവങ്ങൾ കണ്ടപ്പോ നിന്റെ വിവാഹ ജീവിതം അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്ന് എനിക്ക് തോന്നി. അത് നന്നായി പോവാൻ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അത് ശരിയാവാതെ ഡിവോഴ്സിലേക്ക് എത്തിയാൽ ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി ഉണ്ടാകും എന്ന് നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി. റഫ അത് പറയുമ്പോ താരി അല്പം അസ്വസ്ഥയാകുന്നുണ്ടായിരുന്നു. കോളേജ് മുതൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. എനിക്ക് കഴിയുമായിരുന്നിട്ടും നിന്നെ വിവാഹം കഴിക്കാൻ പറ്റാതെ പോയതിലുള്ള കുറ്റബോധവും എനിക്കിന്നുമുണ്ട്. അതും പറഞ്ഞ് റഫ അവിടെ നിന്ന് പോന്നു. ഇതേ സമയം മറുവശത്ത് സാറ വീണ്ടും വാപ്പയെ കാണാൻ ചെന്നിരുന്നു. സാറ തന്റെ ഹിജ്റ യാത്ര ആരംഭിച്ചിരുന്നു. ഇസ്ലാമിൽ നിന്ന് വഴുതിപ്പോയവർ ഇസ്ലാമിലേക്ക് പഠിച്ച് മടങ്ങി വരുന്നതിനെയാണ് ഹിജ്റ യാത്രയെന്ന് ഇന്തോനേഷ്യയിലൊക്കെ വിളിക്കപ്പെടുന്നത്. തട്ടമുക്കിയിട്ട് സാറ വന്നത് കണ്ട് വാപ്പയ്ക്ക് ചെറിയ സന്തോഷം തോന്നിയെങ്കിലും വാപ്പ അത് പ്രകടിപ്പിച്ചില്ല. നിന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് വാപ്പ കാർക്കശ്യത്തോട് ചോദിച്ചു. സാറ പറഞ്ഞു, ഇനി അങ്ങോട്ട് ഞാൻ വാപ്പയെ കാണാൻ വരില്ല. ഞാൻ മെൽബണിലേക്ക് പോവുകയാണ്. ഇവിടെ ഇന്തോനേഷ്യയിൽ എനിക്കെന്ന് പറയാൻ ആരും തന്നെയില്ല. അവിടെ പോയി പുതിയൊരു ജീവിതം തുടങ്ങാൻ എനിക്കായി ഒരു ഇടമുണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ വാപ്പ. വാപ്പയ്ക്ക് വേണ്ടി വീണ്ടും ഞാൻ ഈന്തപ്പഴങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. വാപ്പയോടുള്ള എന്റെ സ്നേഹം ഈ ഈന്തപ്പഴങ്ങൾ പോലാണ്. വാപ്പ എത്ര എറിഞ്ഞു കളഞ്ഞാലും അതില്ലാതാവില്ല, അത് പോവുകയുമില്ല. വാപ്പ ഇത് സ്വീകരിക്കും എന്ന് ഞാൻ കരുതുന്നു. കണ്ണീരോടെ സാറ പറഞ്ഞു. സാറ ഈന്തപ്പഴങ്ങൾ അവിടെ വണ്ടിയിൽ വെച്ചു. ശേഷം പറഞ്ഞു, പണ്ട് വാപ്പയുടെ വാക്കുകൾ ഞാൻ ധിക്കരിച്ചിട്ടുണ്ട്. അതിലെനിക്കിന്ന് പശ്ചാത്താപവുമുണ്ട്. എന്റെ ഈ പുതിയ യാത്രയിൽ പഴയ കാര്യങ്ങൾ മാറ്റുവാൻ എനിക്ക് സാധിക്കില്ലായിരിക്കും. പക്ഷേ വാപ്പ എന്നോട് ക്ഷമിക്കണം. എന്റെ തെറ്റുകൾ പൊരുത്തപ്പെട്ടു തരണം. വാപ്പയോട് ഇസ്ലാമിക അഭിവാദ്യം അർപ്പിച്ച് കണ്ണീരോടെ സാറ മടങ്ങിപ്പോയി. നാളുകൾക്ക് ശേഷം വാപ്പ ഇസ്ലാമിക അഭിവാദ്യം സാറയോട്
സാറയോട് തിരികെ പറഞ്ഞു. സാറയോട് വാപ്പ ക്ഷമിച്ചുവെന്ന് അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും സാർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇതേ സമയം അകുങ് അമ്മയെ കാണാൻ ചെന്നിരുന്നു. അമ്മയോട് നടന്ന തെറ്റുകൾക്ക് തന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കിന് അകുങ് ക്ഷമ ചോദിച്ചു. വീണ്ടും അവളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അമ്മയാദ്യം ദേഷ്യപ്പെട്ടെങ്കിലും അകുങ്ങിനെ മറ്റാരെക്കാളും അമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നു. അമ്മയും അതിന് സമ്മതിക്കാൻ നിന്നതാണ്. അപ്പോഴാണ് അമ്മയുടെ വാപ്പ അകുങ്ങിനെ കാണുന്നത്. പിന്നെ പറയണ്ടല്ലോ, നാട്ടുകാരെ മൊത്തം കൂട്ടി അകുങ്ങിനെ ഓടിച്ചിട്ട് വാപ്പ തല്ലാൻ തുടങ്ങി. അമ്മയായിരുന്നു അങ്ങോട്ടേക്ക് വന്ന് നാട്ടുകാരുടെ തല്ലിൽ നിന്ന് അകുങ്ങിനെ രക്ഷപ്പെടുത്തിയത്. ദേഷ്യത്തിലായിരുന്ന വാപ്പയോടും അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇത്തവണ അവൻ ആത്മാർത്ഥമായ എന്നെ വിവാഹം ആലോചിച്ചത് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോരുന്നതിനു മുമ്പ് അമ്മ അകുങ്ങിനോട് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. എടുത്തുചാടി തീരുമാനമെടുക്കരുത്, നന്നായി ആലോചിക്കണം, എന്നിട്ട് പറഞ്ഞാ മതി. അതും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോന്നു. താരിയാകട്ടെ അന്ന് മതപഠന ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അന്ന് അവിടെ വെച്ച് ഇമാം പറഞ്ഞ വാക്കുകൾ അവൾ ശ്രദ്ധയോടെ കേട്ടു. മുൻവിധി എന്ന് പറയുന്നത് അത്രമേൽ ആപത്തായ സംഗതിയാണ്. നമുക്ക് പൂർണ്ണമായ അറിവില്ലാത്തതിനെപ്പറ്റി മുൻവിധിയോടെ സമീപിക്കാതിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ഭർത്താവിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും മുൻവിധികളുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കാൻ, പരിശോധിക്കാൻ അവരുടെ ഫോൺ അനുവാദമില്ലാതെ എടുത്ത് നോക്കുന്നതും ഉപയോഗിക്കുന്നതും ഇസ്ലാമിൽ ശരിയായൊരു കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, ദൈവം ഒരാളുടെ എന്തെങ്കിലും ഒരു കാര്യം മറച്ചുവെക്കുവാൻ ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് ദൈവത്തിൻ്റെതായ നിർവചനങ്ങളും കാരണങ്ങളും ഉണ്ടാകും. അതേസമയം അതേ ദൈവം തന്നെ ഒരാളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ നമ്മളത് അന്വേഷിക്കുക പോലും വേണ്ട, അവൻ അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ നമ്മൾ ആരെയാണ് അത്തരത്തിൽ മൊബൈലൊക്കെ പരിശോധിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്നത്? ദൈവത്തിന്റെ തീരുമാനങ്ങളെയല്ലേ? നമ്മുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ അതുകൊണ്ട് തന്നെ മാറ്റണം. മുൻവിധികളോടെ ഒന്നിനെയും സമീപിക്കരുത്. മുൻവിധികളോടെ മറ്റുള്ളവരുടെ തെറ്റുകളെ നോക്കിക്കാണരുത്. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം അത്രമേൽ സമാധാനപൂർണമായി മാറും. ദൈവത്തോട് നമ്മൾ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായും നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മുടെ ഇണകളെ എല്ലാ ആപത്തിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും നമുക്കായി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. കാരണം നമുക്കറിയുന്ന പോലെ ഏറ്റവും വലിയ രക്ഷകൻ തീർച്ചയായും ദൈവം മാത്രമാണ്. താരിയെന്ന് മതപഠന ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോ അങ്ങോട്ടേക്ക് സാറ വന്നിരുന്നു. ഹിജറ യാത്രയിലുള്ള സാറയെ കണ്ട് താരി തന്നെ ഒന്ന് അതിശയിക്കുന്നുണ്ട്. സാറ അന്ന് താരിയോട് സംസാരിച്ചു. താൻ കാരണം താരിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, തെറ്റിദ്ധാരണകൾക്ക് ഒക്കെയും സാറ താരിയോട് ക്ഷമ ചോദിച്ചു. താൻ മെൽബണിലേക്ക് പോവുകയാണെന്നും അവിടെ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് എന്നും സാറ താരിയോട് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി അവൾ വ്യക്തമാക്കി. താരി, ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി ബിയാനെയും നിന്നെയും ഒരു തരത്തിലും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങൾ എന്നും സന്തോഷത്തോടെ ഒന്നായി ജീവിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. നിനക്കും മെൽബണിൽ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ, ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് താരിയും സാറയോട് പറഞ്ഞു. എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും മറന്ന് പരസ്പരമുള്ള ഇസ്ലാമിക അഭിസംബോധനയോടെ ഇരുവരും രണ്ടു വഴിക്കായി പിരിഞ്ഞു. താരിക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെട്ടിരുന്നു. ഇതേ സമയം കിനാൻ ബിയാന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. ബിയാൻ, ഇത്തവണ നിന്റെ സഹായം എനിക്ക് തീർച്ചയായും വേണം എന്നയച്ച മെസ്സേജിനൊപ്പം ഒരു ലൊക്കേഷനും ഉണ്ടായിരുന്നു. ആ ലൊക്കേഷൻ കാർലിയുടെ വീടിന്റേതായിരുന്നു. ബിയാൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. മറുവശത്ത് താരിയാകട്ടെ റഫയെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പോയി. റഫ താരിക്കായി കൊടുത്ത മുഴുവൻ ഫ്ലവേഴ്സും താരി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. താരി അത് റഫയ്ക്ക് തിരികെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. എനിക്കിങ്ങനെ പൂക്കൾ തരിക എന്നത് അത്ര ശരിയായ കാര്യമല്ല. എന്റെ കോഫി ഷോപ്പിന് വേണ്ടി നീ ചെയ്ത കാര്യങ്ങൾക്ക് നന്ദിയുണ്ട്. പിന്നെ ഞാനും ഭർത്താവും തമ്മിലുണ്ടായ ഫൈറ്റിന്റെ കാര്യം, അത് ഏതൊരു ഭാര്യ ഭർത്താക്കന്മാർക്കുമിടയിൽ ഉണ്ടാകുന്നത് മാത്രമാണ്. നമ്മൾ ഇതുപോലെ ഇനിയും കാണേണ്ടതില്ല. എന്റെ ഭർത്താവ് ബിയാനെ എനിക്ക് ജീവനാണ്. കാര്യങ്ങൾ നിനക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പോകുന്നു. ഇസ്ലാമിക അഭിവാദ്യത്തോടെ അവൾ അവിടെ നിന്ന് തിരികെ പോന്നു. സമയം സന്ധ്യ പിന്നിട്ടിരുന്നു. കാർലി പുറത്തു പോകുവാൻ കിനാൻ വീടിന് സമീപം മറഞ്ഞു നിന്നു. കാർലി പുറത്തേക്ക് പോയതും കിനാൻ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ ലോക്കായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്നു. പുറത്തേക്ക് വീൽചെയറിൽ കാർലിയുടെ ഉമ്മ വന്നു. അവരെ കണ്ട് കിനാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ കാർലിയുടെ ലാപ്ടോപ്പുമായി വന്ന ഉമ്മ അവളോട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ലാപ്ടോപ്പ് അവൾക്ക് കൊടുത്തുകൊണ്ട് സംസാരിച്ചു. എല്ലാവരുടെയും ഡാറ്റ ഇതിലുണ്ട്. ഇതിന്റെ പാസ്വേഡ് കലിമലങ് 1978B എന്നാണ്.
ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? ഞെട്ടലോടെ കിനാൻ ചോദിച്ചു. ഉമ്മ പറഞ്ഞു, അവന്റെ പ്രവൃത്തികളൊക്കെ തെറ്റ് തന്നെയാണ്, പക്ഷേ ഇതൊക്കെ അവൻ ചെയ്തത് എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് തരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഓരോ തവണയും ചെറിയ ചെറിയ തെറ്റ് ചെയ്തപ്പോ ഞാൻ കണ്ണടച്ചു. പക്ഷെ അവനിപ്പോ എല്ലാ പരിധിയും വിട്ടു. ഒക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയി. എനിക്കത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അവന്റെ പാപഭാരം എനിക്ക് കേൾക്കാൻ പറ്റില്ല. വേഗം ഇതും കൊണ്ട് ഇവിടെ നിന്ന് പൊക്കോ. ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവർ ഇങ്ങോട്ടേക്ക് എത്തിക്കോളും. ഉമ്മയത് പറയുമ്പോഴേക്കും കാർലി അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. കിനാൻ എന്നവൻ അലറി വിളിച്ചതും ലാപ്ടോപ്പും എടുത്ത് കിനാൻ ഓടാൻ തുടങ്ങി. കാർലി പിന്നാലെ ഓടിച്ചെന്നു. ഓടിയവൾ ഒരു പാലത്തിന്റെ വശത്തെത്തി. അപ്പുറത്തേക്ക് കടക്കാനുള്ള ഡോർ ലോക്ക്ഡ് ആയിരുന്നു. കിനാൻ പെട്ടുനിന്നു. കത്തിയെടുത്ത് ലാപ്ടോപ്പ് തിരികെ തരാൻ കാർലി ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. ഭാഗ്യവശാൽ കൃത്യസമയം ബിയാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. കാർലിയെ ചവിട്ടി വീഴ്ത്തി. ബിയാനും കാർലിയും തമ്മിൽ പിന്നെ അവിടെ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഏറ്റുമുട്ടലിനൊടുവിൽ കാർലി കത്തികൊണ്ട് ബിയാനെ കുത്തിയിരുന്നു. കുത്തേറ്റ ബിയാൻ താഴെ വീണു. അത് കണ്ട് ഭയന്ന കാർലി വേഗത്തിൽ അവിടെ നിന്ന് ഗേറ്റും മറികടന്ന് ചാടി ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. പോലീസും അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ആശുപത്രിയിൽ മയക്കത്തിലായിരുന്ന ബിയാൻ കണ്ണു തുറന്നു. താരിയും ബിയാന്റെ കുടുംബവും അടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഏവരും ഏറെ സന്തോഷിച്ചു. ഹീറോയെപ്പോലെ പെങ്ങളെ രക്ഷിക്കാൻ വന്നതാ കണ്ടില്ലേ, കിനാൻ അഭിമാനത്തോടെ പറഞ്ഞു. വാപ്പയും സഹോദരിയെ രക്ഷപ്പെടുത്തിയതിന് തന്റെ മകനോട് നന്ദി അറിയിച്ചു. പിന്നാലെ താരിയെയും ബിയാനെയും തനിച്ച് സംസാരിക്കാൻ വിട്ട് അവർ പുറത്തു കടന്നു. ബിയാൻ താരിയോട് തന്റെ പഴയകാല തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചു. അവളെ വേദനിപ്പിക്കരുതെന്ന് കരുതി മാത്രമാണ് സാറയുടെ ഓരോ കാര്യവും താൻ മറച്ചുവെച്ചതെന്നും അവളെ സഹായിക്കാൻ മാത്രമേ താൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂവെന്നും വേറൊരു ഉദ്ദേശവും തനിക്കുണ്ടായിരുന്നില്ല എന്നും ബിയാൻ അവളോടായി പറഞ്ഞു. ഞാനതൊക്കെ മറന്നു കഴിഞ്ഞു ബിയാൻ എന്നായിരുന്നു താരിയുടെ മറുപടി. സഹോദരിയെ രക്ഷപ്പെടുത്തിയ സൂപ്പർ ഹീറോ ഭർത്താവിനെ പറ്റിയോർത്ത് എനിക്ക് അഭിമാനമുണ്ട് എന്നും താരി ചെറുചിരിയോടെ പറഞ്ഞു. അവരിരുവരും അത് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. സന്തോഷം അവർക്കിടയിൽ തങ്ങി നിന്നു. ബിയാൻ സുഖപ്പെട്ട് വീട്ടിലെത്തിയപ്പോ ഡാർമിയെ സാക്ഷിയാക്കി താരിയും ബിയാനും സംസാരിക്കാനിരുന്നു. വെഡ്ഡിംഗ് എഗ്രിമെന്റ് 2 അവർക്കിടയിലേക്ക് വെച്ചിരുന്നു. ഡാർമിയെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ വെഡ്ഡിംഗ് എഗ്രിമെന്റ് 2 ഇന്നിവിടെ വെച്ച് കീറി നശിപ്പിക്കപ്പെടുകയാണെന്നും ഇനി ഒരു എഗ്രിമെന്റും ആവശ്യമില്ല എന്നും താരി പറഞ്ഞു. പിന്നാലെ ബിയാനും പറഞ്ഞു, വിവാഹ സമയത്ത് നമ്മൾ പരസ്പരം പറയുന്ന വാചകങ്ങളും പ്രതിജ്ഞയുമുണ്ടല്ലോ, അതൊക്കെ തന്നെ ഈ എഗ്രിമെന്റുകളെക്കാളൊക്കെ ഏറ്റവും പവിത്രതയാർന്നതും ഉന്നതിയിൽ നിൽക്കുന്നതുമാ. പിന്നെന്തിനീ എഗ്രിമെന്റ്? ഇത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിരിയോടെ പറഞ്ഞ് കീറിയ എഗ്രിമെന്റ് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കിട്ട് ഡാർമി അവിടെ നിന്ന് പോന്നു. താരിയും ബിയാനും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ ജീവിതം അത്രമേൽ സരസമായി സന്തോഷപൂർണമായി മാറുകയായിരുന്നു. കോൺട്രാക്ടർ കമ്പനിയിൽ നിന്ന് ബിയാൻ ജോലി രാജിവെച്ചു. വാപ്പയുടെ അടുത്തെത്തി വാപ്പയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. ബിയാന്റെ വാപ്പയും അത്രമേൽ സന്തോഷിച്ചിരുന്നു. വൈകാതെ സാറ മെൽബണിലേക്ക് പോകുന്ന ദിവസം എത്തിയിരുന്നു. പുറപ്പെടാൻ അവൾ ഇറങ്ങുമ്പോ അവളെ യാത്രയാക്കാൻ സെൽമയും വാപ്പയും വന്നു. വാപ്പ സാറയോട് സംസാരിച്ചു. സാറയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വാപ്പ പറഞ്ഞു, നീ മെൽബണിലേക്കല്ലേ പോകുന്നേ? സൽമാനും അവിടെയാ ഉള്ളത്. അവിടുത്തെ മെൽബൺ മസ്ജിദിൽ അവനാ ഇമാം. അത് പറ, സൽമാനുമായി എന്നെ ഒന്നു ചേർപ്പിക്കാനാണോ? വാപ്പ ഇപ്പൊ എന്നോട് സമാധാനത്തിലെത്തി സംസാരിക്കുന്നേ? ചിരിയോടെ അവൾ തിരക്കി. സൽമാൻ കാണാനൊക്കെ നല്ലതാന്നേ, ദേ അവന്റെ ഫോട്ടോ നോക്കിക്കേ എന്ന് പറഞ്ഞ് വാപ്പ ഫോൺ എടുത്തപ്പോ സാറ അത് വേണ്ടെന്ന് പറഞ്ഞു. സൽമാൻ എനിക്കറിയാമെന്നും ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, എന്റെ ഹിജറ യാത്രയ്ക്ക് സഹായിക്കുന്നത് അവനാണ് എന്നവൾ വ്യക്തമാക്കി. വാപ്പയ്ക്ക് അത് അതിശയകരമായിരുന്നു. മെൽബണിൽ ഞാൻ എത്തുമ്പോ എന്നെ കൂട്ടാൻ സൽമാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി സാറ വാപ്പയോട് പറഞ്ഞു. സാറയെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കി വാപ്പ തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു. ബിയാൻ നല്ല രീതിയിൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയി. വൈകാതെ താരി പ്രഗ്നന്റ് ആണ് എന്ന സന്തോഷ വാർത്തയും അവർക്കിടയിലേക്ക് വന്നു. ഒരു കൊല്ലത്തിനപ്പുറം താരി പ്രസവിച്ചിരുന്നു. ബിയാന്റെയും താരിയുടെയും കുടുംബം ഒന്നടങ്കം സന്തോഷിച്ചു. അധികം വൈകാതെ അമ്മയുടെ വിവാഹവും നടക്കുകയാണ്. താരി കുടുംബസമേതം അമ്മയുടെ വിവാഹത്തിനെത്തി. സന്തോഷത്തോടെ വിവാഹ ചിത്രങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്തു. വിവാഹം കഴിഞ്ഞ് നിൽക്കുമ്പോ റഫ അങ്ങോട്ടേക്ക് വന്നിരുന്നു. ബിയാൻ റഫയുമായി ഏറെ പരിചയത്തോടെ സന്തോഷത്തോടെ സംസാരിച്ചു. താരി അത് കണ്ട് റഫയും നിങ്ങളും തമ്മില് എന്താ ഇത്ര കമ്പനി എന്ന് ചോദിച്ചു. ബിയാൻ പറഞ്ഞു, നീ വറീഡാവേണ്ട താരി, നമ്മുടെ പ്രണയത്തിൽ നീ ഒരിക്കലും ചതി കാണിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നായിരുന്നു ബിയാന്റെ മറുപടി. സന്തോഷത്തോടെ അവർ നിൽക്കുന്ന ദൃശ്യത്തോടെ സീരീസ് അവസാനിക്കുകയാണ്. രസകരമായിരുന്ന ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച സീരീസുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.